എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നടന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിക്കാഗോവും മബുക്കായും അവർ രണ്ടുപേരും ഇപ്പൊ ഒരു ടി വി ചാനലിലൂടെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാറ്റിൽ ബിയില് ഇപ്പൊ കാഗാസ് നടന്നു വരാണ്. അവരെ പ്രിവെന്റ് ചെയ്യാൻ ഗാറയും അവന്റെ ടീമും. അടുത്തതായിട്ട് ടീം എ, അടുത്തതായിട്ട് എ ബാറ്റിൽ ഫീൽഡ്. അവിടെയാണ് ഡാറുക ഉള്ളത്. പക്ഷെ മാതുര അവൻ അവിടേക്ക് എത്തി അവിടെയുള്ള ഒരുപാട് ആൾക്കാരെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ കാക്കാഷിയുടെ ഫീൽഡ് കാണിക്കും. അവിടെ കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരെയും സീൽ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് മിഫുനയുടെ ബാറ്റിൽ ഫീൽഡാണ്. അവിടെ തേതുറ അവൻ പുറത്തേക്ക് വന്ന് ഒരുപാട് അറ്റാക്കുകൾ വീണ്ടും ഉണ്ടാക്കി. പക്ഷെ അവസാനം അവനെ കറക്റ്റായിട്ട് ഇപ്പൊ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന അതാ വൈറ്റ് സെഡ്സുമാണ്. അവൻ എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. സാക്കുറയ്ക്ക് മാത്രമാണ് അതിനുള്ള ചെറിയൊരു ക്ലൂ എങ്കിലും ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മീഡിയാസ് അവളോട് ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പനെയും കില്ലർ ബിയെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ ക്യാമറയൊക്കെ നോക്കി അങ്ങനെ ടാറ്റയും കിസ്സൊക്കെ വാരി എറിയും. എന്നിട്ട് അവസാനം അവർക്ക് കലി കയറി ഇപ്പൊ ആ ക്യാമറ തന്നെ തല്ലി പൊട്ടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ മാധുരയെ കാണിക്കും. മാധുരയാണെങ്കിൽ 6 മോൺസ്റ്റേഴ്സിനെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാധുര അവനിപ്പോ ഹാപ്പിയാണ്. കാരണം ആ വൈറ്റ് സെഡ്സുവിന്റെ സീക്രട്ട് അത് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുട്ടപ്പന്റെ മുൻപില് ഇനി വേറെ വഴിയില്ല. അവൻ ഉറപ്പായിട്ടും വൈറ്റ് സെഡ്സുമായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂ. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനെ കാണിക്കും. അവനിപ്പോ നല്ല സന്തോഷത്തിലാണ്. കാരണം ഹൊക്കാഗെ ആന്റിയും റൈക്കാഗെ ആന്റിയും അവസാനം അവർ രണ്ടുപേരെയും ഫൈറ്റ് ചെയ്യാൻ അനുവദിച്ചു. അതേസമയം കക്ഷുകി അവനും നടന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കും. ഹൊക്കാഗെ ആന്റിയും റൈക്കാഗെയും അവർ രണ്ടുപേരും കുട്ടപ്പനെ റിലീസ് ചെയ്തു. ഇനി ധൈര്യമായിട്ട് കുട്ടപ്പന് ഈ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് വന്ന് ഫൈറ്റ് ചെയ്യാം. അതിന് ഷിക്കാഗോ പറയും കുട്ടപ്പന് ഒരു പ്രത്യേക കഴിവുണ്ട്. എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി അവരെ കയ്യിലെടുക്കാൻ കുട്ടപ്പന് വേഗം കഴിയും. പക്ഷെ കുട്ടപ്പനിപ്പോ അപകടത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ കടന്നു വരുന്നത്. ഇതൊക്കെ ആ വില്ലന്മാരുടെ ഒരു ട്രാപ്പ് ആണെങ്കിൽ കുട്ടപ്പൻ തീർച്ചയായിട്ടും അതിൽ പെട്ടുപോകും. പക്ഷേ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. മാക്സിമം കുട്ടപ്പനെ സപ്പോർട്ട് ചെയ്ത് അവന് വേണ്ട എല്ലാ അസിസ്റ്റൻസും നമുക്ക് ചെയ്തു കൊടുക്കാം. കട്ട് ചെയ്താ ഇപ്പൊ മെഡിക്കൽ ക്യാമ്പ് കാണിക്കും. അവിടെ ഒരുപാട് പേർക്ക് പരുക്ക് പറ്റി കിടക്കുകയാണ്. ഉടനെ ഡോക്ടേഴ്സ് വിളിച്ചു പറയും ആരും മൂവ് ചെയ്യരുത്. മൂവ് ചെയ്തു കഴിഞ്ഞാൽ ആ വൈറ്റ് സെഡ്സുവിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ല. സോ എത്ര വേദന സഹിച്ചും നിങ്ങൾ ഇവിടെ തന്നെ കിടക്കണം. അതേസമയം മറ്റൊരു ഭാഗത്ത് അസിസ്റ്റന്റ് ചേച്ചിയും സാക്കുറയും അവർ ജനറ്റിക് ഡാറ്റയൊക്കെ ഉപയോഗിച്ച് ആ വൈറ്റ് സെഡ്സുവിനെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. സാക്കുറ പറയും ഈ വൈറ്റ് സെഡ്സുകളെ മുഴുവൻ ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് ഹൊക്കാഗയുടെ DNA ഉപയോഗിച്ചാണ്. മാത്രമല്ല യാമുട്ടോ സെൻസായുടെ ആ വുഡ് സ്റ്റൈൽ പവറും ഇവരിൽ കാണാനുണ്ട്. സോ ഉറപ്പായിട്ടും യാമുട്ടോ സെൻസായി ആളെ ഉപയോഗിച്ചാണ് ഇവരുടെ ജനറ്റിക് കൺട്രോൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കും. അവിടേക്ക് റൈക്കാഗെയും ഹൊക്കാഗെ ആന്റിയും അവർ രണ്ടുപേരും ഇപ്പൊ തിരികെ എത്തും. ഹൊക്കാഗെ ആന്റി പറയും കുട്ടപ്പനും കില്ലർ ബിയും അവർ രണ്ടുപേരും കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. സോ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വാറ് അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. അപ്പോഴായിരിക്കും ഷിക്കാഗോ അവൻ മെഡിക്കൽ ടീമിൽ നിന്ന് വന്ന ഒരു ഫാക്സ് ഇപ്പൊ ഹൊക്കാഗെ ആന്റിക്ക് കൊടുക്കുക. അത് കണ്ട് അവള് ഷോക്കാവും. യാമുട്ടോ സെൻസായുടെയും ഫസ്റ്റ് ഹൊക്കാഗയുടെ സെല്ലുകൾ അതുപയോഗിച്ചാണ് ഈ വൈറ്റ് സെഡ്സുകളെ മുഴുവൻ ക്രിയേറ്റ് ചെയ്തത് എന്നായിരിക്കും ആ റിപ്പോർട്ടിൽ ഉണ്ടാവുക. അപ്പം മാധുര അവൻ എന്റെ ഗ്രാൻഡ് പേയുടെ സെല്ലുകൾ ഉപയോഗിച്ചാണ് ഇത്രയും കാലവും ജീവിച്ചിരുന്നത്. അപ്പൊ റേക്കാഗെ ചോദിക്കും അവനെ നശിപ്പിക്കാൻ ഒരു വഴിയുമില്ലേ? അതിന് അവള് പറയും, അതിന് ഹൊക്കാഗെ ആന്റി പറയും അവനിപ്പോ ഒരു ഇമ്മോർട്ടലാണ്. അവൻ അത്ര എളുപ്പത്തില് നമുക്ക് നശിപ്പിക്കാനാവില്ല. ഹൊക്കാഗെ ആന്റി പറയും എനിക്ക് എത്രയും പെട്ടെന്ന് കുട്ടപ്പനോടും കില്ലർ ബിയോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം ഷിക്കാഗോ അവനിപ്പോ കുട്ടപ്പനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് എനേബിൾ ചെയ്യും. ഷിക്കാഗോ ഉടനെ എല്ലാ ഇൻഫർമേഷനും കുട്ടപ്പനും കില്ലർ ബിക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ഷിക്കാഗോ പറയും പ്രൊജക്ട് സുക്കുനോമി അതാണ് മാധുരയുടെ പുതിയ പ്ലാന്. അതിനവൻ ആവശ്യം നിങ്ങൾ രണ്ടുപേരെയുമാണ്. നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയാണ് ഈ യുദ്ധം പോലും അവൻ നടത്തുന്നത്. മാത്രമല്ല പ്രത്യേകിച്ച് ഒരു കാര്യം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പെയിനെ പോലെ അത്ര എളുപ്പത്തില് ഇവനെ സംസാരിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല. സോ ഒരു കാരണവശാലും സംസാരിച്ച് അവന്റെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ നീ ശ്രമിക്കാൻ പാടില്ല. അത് വലിയ ആപത്താണ്. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് മാധുരയെ കുറിച്ച് ആലോചിക്കും. അതിന് കുട്ടപ്പൻ പറയും എനിക്കവനെ കറക്റ്റായിട്ട് അറിയാം. അവൻ നാഗട്ടോയെ പോലെ അല്ല. ഈ ലോകത്തെ മുഴുവൻ അവൻ വെറുപ്പിലേക്കും
ദുഷ്ടതയിലേക്കും നാശത്തിലേക്കുമാണ് ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാധുര അവൻ ഒറ്റ ഒരുത്തനാണ് ഇപ്പൊ സാസുകയെ ഡൈവേർട്ട് ചെയ്തത്. സോ ഒരു കാരണവശാലും ഞാൻ മാധുരയെ വെറുതെ വിടില്ല. ഉറപ്പായിട്ടും ഞാൻ അവനെ കൊന്നിരിക്കും. ഷിക്കാഗോ പറയും മാധുര മാത്രമല്ല ആ കബൂട്ടോ, മാധുര, അതുപോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത വൈറ്റ് സെറ്റ്സു, റിയാനിമേറ്റഡ് ആയി വന്ന ഒരുപാട് ആൾക്കാര്, അങ്ങനെ ഒത്തിരി വെല്ലുവിളികള് നമ്മുടെ മുൻപിലുണ്ട്. കുട്ടപ്പൻ പറയും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിക്കോളാം. അതേസമയം മറ്റൊരു ഭാഗത്ത് ഒരുപാട് ഷിനോബീസ് അവരിപ്പോ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കി ഉഷാറായിട്ട് ഓടുകയാണ്. അവർ വിളിച്ചു പറയും വലിയൊരു പ്രശ്നം നമുക്ക് പിന്നാലെ ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് ഹെഡ് ക്വാർട്ടേഴ്സ് അത് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവനിപ്പോ കറക്റ്റ് ആയിട്ട് അവരുടെ മുൻപിലേക്ക് ചാടി വീഴുക. കില്ലർ ബി പറയും നീ എന്താ ചെയ്യണേ, അവർ നമ്മുടെ ഷിനോബീസ് അല്ലേ. അതിന് കുട്ടപ്പൻ അവനിപ്പോ ചാടി വന്ന് ഒരു ഷിനോബിയെ ചവിട്ടി തെറിപ്പിക്കും. ആ ഒരു ചവിട്ട് കൊണ്ട് അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ വീണവൻ അവനിപ്പോ പതിയെ പതിയെ വൈറ്റ് സെറ്റ്സുമായി മാറുകയാണ്. കില്ലർ ബിക്ക് കാര്യം പിടികിട്ടും. കില്ലർ ബി പറയും ഇനി ഞാനും കളത്തിലിറങ്ങുകയാണ്, ഇതാണ് നമ്മുടെ കറക്റ്റ് ടൈം എന്ന് പറഞ്ഞ് കുട്ടപ്പനും കില്ലർ ബിയും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ വൈറ്റ് സെറ്റ്സുകളെ മുഴുവൻ അറഞ്ചം പൊറഞ്ച തല്ലുകയാണ്. കുട്ടപ്പനാണെങ്കിൽ അവന്റെ പവർ വെച്ച് ഫീസ്റ്റ് ബോംബുകൾ അത് ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് അറഞ്ചം പൊറഞ്ചം വലിച്ചെറിഞ്ഞ് ഒരുപാട് പേരെ കൊന്നുകളയും. കുട്ടപ്പൻ ആരെയൊക്കെ തകർക്കുന്നോ അവരെല്ലാവരും ഓരോരോ മരങ്ങളായിട്ട് അങ്ങനെ മാറാൻ തുടങ്ങും. അതിനുശേഷം അവറ്റകളെല്ലാം കമ്പൈനായി വലിയൊരു വുഡ് തന്നെ കുട്ടപ്പന്റെ മുൻപിൽ ക്രിയേറ്റ് ആവും. കുട്ടപ്പനാണെങ്കിൽ ചെറിയൊരു ഷുരീങ്കൻ അവന്റെ 9 ടൈൽ പവർ വെച്ച് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ ഒരു വലിയ വുഡ് അത് 2 കഷ്ണമാക്കി അങ്ങനെ മുറിക്കുകയാണ്. നോ എന്ന് വേദനിച്ചലറി അവറ്റകള് നിലവിളിച്ച് കൊണ്ടേയിരിക്കും. ഇവിടെ കില്ലർ ബി ആണെങ്കിൽ കുട്ടപ്പന്റെ ഓരോ അറ്റാക്ക് കണ്ടും വണ്ടടിച്ച് നിൽക്കുകയാണ്. കുട്ടപ്പൻ അവസാനായിട്ട് അവിടെ ഗാമത്തവളെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം കില്ലർ ബിയോട് വിളിച്ചു പറയും കില്ലർ ബി നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ബാറ്റിൽ ഫീൽഡിലേക്ക് പോകണം. അടുത്ത ബാറ്റിൽ ഫീൽഡ് അല്ല എല്ലാ ബാറ്റിൽ ഫീൽഡിലേക്കും ഞാൻ പോവാണെന്ന് പറഞ്ഞ് കുട്ടപ്പൻ ഇപ്പോ മൾട്ടി ഷാഡോ ക്ലൗൺ ക്രിയേറ്റ് ചെയ്ത് ഓരോ ഭാഗത്തേക്ക് അങ്ങനെ പോവും. കട്ട് ചെയ്ത 2 ഷിനോബീസ് അവരൊരു വില്ലന്റെ കയ്യിൽ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ആ വില്ലൻ അവനിപ്പോ വലിയ ഒരുപാട് ശൂര്യങ്കം ക്രിയേറ്റ് ചെയ്ത് ആ 2 ഷിനോബികളെ വെട്ടാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും കുട്ടപ്പൻ അവൻ അവിടേക്ക് ചാടിയെത്തും. അടുത്ത സെക്കൻഡ് തന്നെ കുട്ടപ്പൻ ആ വില്ലനെ അടിച്ച് താഴെയിടും. സീലിംഗ് ടീം വന്ന് ആ ഒരു വില്ലനെ ഇപ്പൊ സീൽ ചെയ്യും. അപ്പോഴായിരിക്കും കുട്ടപ്പന് മനസ്സിലാവുക ഈ വില്ലന്മാരെ കൊല്ലാൻ കഴിയില്ല, മറിച്ച് അവരെ സീൽ ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കൂ. റെയ്ക്കാക ഷിനോബീസിനോട് പറയും ഇനി ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെയും കുട്ടപ്പന്റെയും ഫുൾ പവർ ഉപയോഗിച്ച് നമ്മൾ ഈ യുദ്ധം അത് ജയിച്ചിരിക്കും. അതിനുശേഷം കുട്ടപ്പനും റെയ്ക്കാകയും അവർ രണ്ടുപേരും അടുത്ത ബാറ്റിൽ ഫീൽഡ് നോക്കി അവിടുന്ന് പറന്നു പോവും. കട്ട് ചെയ്ത ഗാറയും ടീമും അവരിപ്പോ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരെ ഫേസ് ചെയ്ത് ആ കാഗാസ് ടീം അവരങ്ങനെ നടന്നു വരികയാണ്. റിയാനിമേറ്റഡ് കാഗാസ് അവർ പരസ്പരം പറയും നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ തന്നെയാണ് ദ്രോഹിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവരിപ്പോ നമ്മളെ കഴിഞ്ഞ് സ്ട്രോങ് ആണ്. അവരുടെ പവർ വെച്ച് ഉറപ്പായിട്ടും അവർ നമ്മളെ സീൽ ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ഗാറ അവന്റെ സാൻഡ് പവർ ഉപയോഗിച്ച് ഒരു മണൽ സുനാമി തന്നെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് അവരുടെ മുൻപിലേക്ക് കൊണ്ടുവരും. അത് കണ്ട് ഗാറയുടെ പപ്പ ഇപ്പൊ ഗോൾഡ് ഡസ്റ്റ് അതുപയോഗിച്ച് ഗാറയുടെ ഡസ്റ്റിനെ അങ്ങനെ പ്രിവെന്റ് ചെയ്യും. ഉടനെ ഗാറ അവൻ അവിടേക്ക് ചാടി വീണ് കാഗാസിനെ മുഴുവൻ ഇപ്പൊ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഫിജിഗാഗെ അവിടുന്ന് ഓടി മാറും. അപ്പൊ തേർഡ് ഫിജിഗാഗ ആള് കറക്റ്റ് ടൈമില് അവിടേക്ക് എത്തും. എന്നിട്ട് 2 ഫിജിഗാഗമാരും ഇപ്പൊ ഫേസ് ടു ഫേസ് നിന്ന് പാർട്ടിക്കൽ ടെക്നിക് ഉപയോഗിച്ച് ഇപ്പൊ പരസ്പരം പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അതേസമയം ഗാറയുടെ പപ്പ ഇപ്പൊ ഗാറയുടെ പവർ അതങ്ങനെ ബ്രേക്ക് ചെയ്യും. ഗാറയുടെ പപ്പ ഇപ്പൊ ഗാറയോട് ചോദിക്കും നിന്റെ ബോഡിയിലെ ആ മോൺസ്റ്റർ അതെവിടെ പോയി? അതിന് ഗാറ പറയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ പഴയ ഗാറയല്ല ഞാൻ, എനിക്ക് ആ മോൺസ്റ്റർ പവർ അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.